മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിലെ ഉപപർവമായ രാജധർമാനുശാസന പർവ്വത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ വീണുകിടക്കുന്ന ശരശയ്യയിൽ വീണുകിടക്കുന്ന ഭീഷ്മപിതാമഹന്റെ അടുക്കൽ തന്റെ സംശയങ്ങളുമായിട്ടെത്തുന്ന യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് ഉത്തരമായി ഭീഷ്മപിതാമഹൻ ദീർഘമായ മറുപടി നൽകുന്നുണ്ട്. യുധിഷ്ഠിരന്റെ എല്ലാ സംശയങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം നൽകുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മുടെ കർമ്മങ്ങളുടെ ഫലം കൊണ്ട് തന്നെയാണെന്ന് അടിവരയിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഭീഷ്മരുടെ ഈ മറുപടികൾ. ആ ചോദ്യവും ഉത്തരവും എങ്ങനെയാണോ മഹാഭാരതത്തിൽ പറയപ്പെട്ടിട്ടുള്ളത് അതിലൂടെ ഒന്ന് പോയി വരാം. കർമ്മഫലത്തെക്കുറിച്ചുള്ള യുധിഷ്ഠിരന്റെ ചോദ്യം എങ്ങനെയായിരുന്നു? ദാനം, യജ്ഞം, തപസ്, ഗുരുശുശ്രൂഷ ഇവയെല്ലാം ഉണ്ടെങ്കിൽ ഇതിന്റെ ഫലം എന്തായിരിക്കും? പിതാമഹ പറഞ്ഞാലും. ഭീഷ്മൻ പറഞ്ഞു, അനർത്ഥം ചേരുന്ന ആത്മാവുള്ളവൻ പാപത്തിൽ കരൾ വയ്ക്കും. തൻ്റെ പ്രവൃത്തി ദുഷ്പ്രവൃത്തിയാണെങ്കിൽ അവൻ വലിയ നരകത്തെ പ്രാപിക്കും. ദുർഭിക്ഷത്തേക്കാൾ ദുർഭിക്ഷവും, ക്ലേശത്തേക്കാൾ ക്ലേശവും, ഭയത്തേക്കാൾ ഭയവും, മരണത്തേക്കാൾ വലിയ മരണവും ദരിദ്രരായ പാപികൾ പോകുന്നു. ഉത്സവത്തേക്കാൾ ഉത്സവവും, സ്വർഗത്തേക്കാൾ സ്വർഗവും, സുഖത്തേക്കാൾ സുഖവും, ശ്രദ്ധാലുക്കളും ദാന്തന്മാരും ശുഭകാരികളുമായ ധനാഢ്യന്മാർ പൂക്കും. പാപികളായ നാസ്തികന്മാർ വ്യാളങ്ങളും ആനകളുമുള്ള മാർഗത്തിൽ സർപ്പങ്ങളെയും കള്ളന്മാരെയും ഭയപ്പെട്ട് വിലങ്ങുവെച്ച കൈകളുമായി എത്തും. അതിൽ പരമെന്തുണ്ട്? പ്രിയരെയും ദേവന്മാരെയും അതിഥികളെയും പൂജിക്കുന്നവരും പ്രിയം ചെയ്യുന്നവരുമായ വദാന്യന്മാർ അഥവാ ദാനശീലന്മാർ ക്ഷേമവാന്മാരുടെ മാർഗത്തിൽ നല്ല രീതിയിലെത്തും. നെല്ലിൽ പതിരുപോലെയും പക്ഷികളിൽ കൊതുക് പോലെയും ധർമ്മമില്ലാത്ത മനുഷ്യർ മർത്യവർഗത്തിൽ മനുഷ്യക്കോലങ്ങൾ മാത്രമായി കഴിയുന്നു. തങ്ങളുടെ കർമ്മഫലം തങ്ങളെ വിട്ടുപിരിയുകയില്ല. അവയെ പിന്നിട്ട് പോകുവാൻ ആഗ്രഹിച്ച് വേഗത്തിൽ ഓടിയാലും അത് നമ്മെ പിന്തുടർന്ന് ഒപ്പമെത്തും. മർത്യൻ ഉറങ്ങുമ്പോൾ കർമ്മം കൂടെ കിടന്നുറങ്ങും. ആർ എന്ത് ചെയ്യുന്നുവോ അവന്റെ കർമ്മങ്ങളും ഫലങ്ങളും അത് തന്നെ വിടാതെ ചെയ്യും. നിൽക്കുമ്പോൾ അത് കൂടെ നിൽക്കും, പോകുമ്പോൾ കൂടെ എത്തും, ചെയ്യുമ്പോൾ അതും ചെയ്യും. മനുഷ്യർ ചെയ്യുന്നതൊക്കെ അവന്റെ നിഴലും ചെയ്യുന്നതായി കാണുന്നുണ്ടല്ലോ, അതുപോലെ അവനെ പറ്റി നിൽക്കുന്ന കർമ്മവും ചെയ്യും. ഏതേതു മാർഗത്തിൽ മുമ്പേ ഏത് കർമ്മം എങ്ങനെ ചെയ്തുവോ താൻ ചെയ്ത അതാതു കർമ്മത്തിന്റെ ഫലം മനുഷ്യൻ ഭുജിക്കും. മരണം ജീവികളെ അവരുടെ നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. കർമ്മഫലത്തിനനുസരിച്ച് നന്മയോ ചീത്തയോ അവരുടെ ഫലമനുസരിച്ച് അനുഭവിപ്പിക്കുന്നു. അതിനനുസരിച്ച് ജന്മം കൈക്കൊള്ളുന്നു. മുമ്പ് ചെയ്ത കർമ്മത്തിന്റെ ഫലം അതാതു കാലങ്ങളിൽ വന്നു ചേരും. ഒരു വൃക്ഷം പൂക്കേണ്ട കാലത്ത് പൂക്കും, കായ്ക്കേണ്ട കാലത്ത് കായ്ക്കും. അതിൻ്റെ കാലം തെറ്റാതെ അത് വന്നുകൊണ്ടിരിക്കും. അതിന് ഒരാളുടെയും പ്രേരണ ആവശ്യമില്ല. സമ്മാനം, അവമാനം, ലോഭം, അലോഭം, ക്ഷയം, ഉദയം എന്നിവ വിധാനത്തിൽ വീണ്ടും പ്രവൃത്തിയിൽ നിവർത്തിക്കും. ആത്മാവ് ദുഃഖമുണ്ടാക്കുന്നു, ആത്മാവ് സുഖമുണ്ടാക്കുന്നു, ആത്മാവ് വീണ്ടും ഗർഭത്തിൽ ജന്മമെടുക്കുന്നു. എല്ലാം പൂർവദേഹകൃതമായ കർമ്മവൈഭവത്തെ അടിസ്ഥാനമാക്കി വന്നു ചേരുന്നു. ബാലനായിരിക്കുമ്പോഴും യുവാവായിരിക്കുമ്പോഴും വൃദ്ധനായിരിക്കുമ്പോഴും എന്ത് ശുഭം ചെയ്യുന്നുവോ എന്ത് അശുഭം ചെയ്യുന്നുവോ അതാതവസ്ഥയിൽ അതാതിൻ്റെ ഫലം ഏൽക്കുന്നതാണ്. 1000 പശുക്കൾക്ക് 1000 കിടാങ്ങളുണ്ടാവും. അവ കൂട്ടത്തിൽ അവയുടെ തള്ളമാരെ തെറ്റാതെ സ്വീകരിക്കുന്നത് പോലെ അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അതാതു കർമ്മം ചെയ്യുന്നവനെ തെറ്റാതെ വന്നു പ്രാപിക്കുന്നു. മുമ്പേ ഉപയോഗിച്ച് മുഷിഞ്ഞ വസ്ത്രം അലക്കി ശുദ്ധിയാക്കുന്നത് മാതിരി ഉപവാസം കൊണ്ട് തപിച്ചവർക്ക് ദീർഘകാലം അനന്തമായ സുഖം ലഭിക്കും. തപോവനത്തിൽ വളരെ കാലം ചെയ്ത തപസ്സുകൊണ്ട് ധർമ്മകാര്യങ്ങളാൽ പാപം നീങ്ങിയവർക്ക് അവരവരുടെ മനസ്സിൽ കണ്ട ശ്രേയസ്സു ലഭിക്കും. ആകാശത്തിൽ പക്ഷികൾ പറക്കുമ്പോൾ അവ പോയ വഴി തെളിഞ്ഞു പിന്നെ കണ്ണുകൊണ്ട് കാണാറില്ല. അതുപോലെ മത്സ്യങ്ങൾ വെള്ളത്തിൽ സഞ്ചരിച്ച മാർഗവും പിന്നെ തെളിഞ്ഞു കാണുകയില്ല. അതുപോലെ തന്നെ ജ്ഞാനി പോയ മാർഗം വ്യക്തമായി കാണുവാൻ കഴിയുകയില്ല. ഇതിലധികം വിസ്തരിച്ചു പറയേണ്ട കാര്യമില്ല. ഇതിലധികം പാപകർമ്മത്തെപ്പറ്റി ആക്ഷേപിക്കേണ്ടതുമില്ല. തനിക്ക് നല്ലതായ കാര്യങ്ങൾ മനസ്സിരുത്തി നന്മതിന്മകൾ മനസ്സിലാക്കി ഓരോരുത്തരും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ശ്രേയസ് വന്നു ചേരും.
നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്ക് കൂടി ഗുണം വരുത്തുന്നതാകണം നമ്മുടെ പ്രവൃത്തി. യുദ്ധഭീതിയിൽ ആഴ്ന്നിരിക്കുന്ന ഇന്നത്തെ ലോക സാഹചര്യത്തിൽ മഹാഭാരതത്തിൽ നിന്നുള്ള ഈ മഹത്തായ സന്ദേശം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വരുന്ന വീഡിയോകളിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം.